ാണ് അവനാണെങ്കിൽ ബോധമില്ലാതെ അവിടെ കിടക്കുവാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ആർട്ടിക്ലോൺ വരുവാണ്. അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ജനാർദ്ദനന്റെ കാൽ പതിയെ പതിയെ തിന്നുവാണ്. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനാർദ്ദനൻ പതിയെ കണ്ണു തുറക്കുന്നത്. അവൻ നോക്കിയപ്പോൾ കണ്ടത് അവന്റെ അടുത്തായിട്ടിരിക്കുന്ന ആർട്ടിക്ലോണിനെ ആയിരുന്നു. ഇത് കണ്ട് പേടിച്ച ജനാർദ്ദനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ നോക്കുവാണ്. ഇതേ സമയം മറുഭാഗത്ത് സീനയുടെ ആ ഒരു വാള് കാണിക്കുന്നുണ്ട്. അതിപ്പോ വല്ലാതെ കിടന്ന് അങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിൽ നിന്നും ഒരു പ്രകാശം ചെന്നിട്ട് സീനയുടെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് പതിച്ചതും സീനയ്ക്ക് വീണ്ടും ജീവൻ വീഴുവാണ്. അവളിപ്പോ കാലിലെ ആ ഒരു കെട്ട് പൊട്ടിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് വരുവാണ്. എന്നിട്ട് ആ ഒരു വാളും എടുത്തുകൊണ്ട് നേരെ സൈക്കോയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ആ ഒരു വാളെടുത്ത് സൈക്കോയുടെ തലയിലേക്ക് തന്നെ കുത്തിയിറക്കി. അവനെ കുത്തിയാൽ അവൻ ഒരിക്കലും ചാവില്ല എന്ന് സീനയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോ അവളാണെങ്കിൽ ആ ഒരു സൈക്കോയുടെ തല തന്നെ വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു തല താഴിട്ട ശേഷം അവൾ നേരെ ജനാർദ്ദന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം സൈക്കോയുടെ കൂടെ നടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളിപ്പോ അങ്ങോട്ടേക്ക് വന്നിട്ട് സൈക്കോയുടെ ആ ഒരു തലയും എടുത്തുകൊണ്ട് ഇവരെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുട്ട് റൂമിലേക്ക് കയറി പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഇപ്പോ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വിക്ടോറിയ എന്ന ലേഡിയെ കാണിക്കാണ്. അവരിപ്പോ പ്രസവവേദനയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചോര കൊണ്ട് അവരാണെങ്കിൽ ഭിത്തിയിൽ വിക്കി പ്ലസ് ആർട്ട് എന്നിങ്ങനെ എഴുതി വെക്കുന്നുമുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് ഒന്ന് നോക്കുന്ന സമയത്ത് അവർ പേടിച്ചുപോയി. കാരണം വിക്ടോറിയ എന്ന ആ ഒരു ലേഡിയുടെ മടിയിൽ കടന്നിരുന്ന് ആർട്ട് ക്ലൗണിന്റെ ആ ഒരു തലയായിരുന്നു. ആ തലയാണെങ്കിൽ ഇവരെ നോക്കി ചെറുതായിട്ടും ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ്. പിന്നെ ഗൈസ്, നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സും പിന്നെ വേറെ പരിപാടികളും ഉള്ളത് കൊണ്ടാണ്. ഇനി മുതൽ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാൻ സബ് ചെയ്യണേ, ആ ബെല്ലൈക്കൺ നിൽക്കണേ. അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ.